പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഈ സായം സന്ധ്യയിൽ റോസ് ഫാമിലി ഫേസ്ബുക്ക് പേജിൻ്റെ മഞ്ചിൽ കടന്നു വന്ന് വചനം നിങ്ങളുമായി ഷെയർ ചെയ്യുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ഈ ഗ്രൂപ്പിൻ്റെ ചീഫ് അഡ്മിൻ സിസ്റ്റർ റോസ്റ്റിൻ സുരേഷ് റോഡ്, മറ്റ് അഡ്മിൻസ്, എന്നെ കേൾക്കുന്ന ശ്രോതാക്കൾ ക്രിസ്തുവിൽ ഞാൻ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. പ്രിയരെ, ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി ഒരു വേദഭാഗം വായിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം, മത്തായി 21-ന്റെ 1 മുതൽ 5 വരെയുള്ള വേദഭാഗങ്ങളാണ് ഞാൻ വായിക്കുന്നത്. അനന്തരം അവർ യെരുശലേമിനോട് സമീപിച്ച് ഒലിവ് മലയ്ക്ക് അരികെ ബേത്ഫാഗയിൽ എത്തിയപ്പോൾ യേശു 2 ശിഷ്യന്മാരെ അയച്ചു. നിങ്ങൾക്കെതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുവീൻ, അവിടെ കെട്ടിയിരിക്കുന്ന ഒരു പെൺകഴുതിയെയും അതിൻ്റെ കുട്ടിയെയും നിങ്ങൾ ഉടനെ കാണും. അവയെ അഴിച്ചുകൊണ്ടുവരുവീൻ. നിങ്ങളോട് ആരാരും വല്ലതും പറഞ്ഞാൽ കർത്താവിന് ഇവയെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറവീൻ. പ്രിയമുള്ളവരെ, ഈ വേദഭാഗം നമുക്ക് ഏവർക്കും സുപരിചിതമാണ്. യേശു തൻ്റെ ശുശ്രൂഷയുടെ ഇടയിൽ ജെറുസലേമിലേക്ക് പോകുന്ന ഒരു സംഭവമാണിത്. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്, ഒന്ന്, യേശു ഒരു കഴുതയുടെ കുട്ടിയുടെ മുകളിൽ, കഴുതയിലാണ് കർത്താവ് അവിടെ യാത്ര ചെയ്യുന്നത്. 2, അവൻ പോകുന്ന വേളയിൽ പുരുഷാരം വസ്ത്രങ്ങൾ വഴിയിൽ വിരിച്ചു, വൃക്ഷങ്ങളിൽ നിന്ന് കൊമ്പുകൾ വെട്ടി വഴിയിൽ വിതറി. അതുപോലെ തന്നെ പുരുഷാരം ദാവീദ് പുത്ര ഹോശന്ന, കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ അത്യുന്നതങ്ങളിൽ ഹോശന്ന എന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, ഹോശന്ന എന്ന വാക്കിന്റെ അർത്ഥം നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ നമ്മളോട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതിനോട് ചേർന്ന് 2 വാക്യം കൂടെ വായിക്കുമ്പോഴാണ് നമുക്ക് കാര്യങ്ങൾ നമുക്ക് ബോധ്യപ്പെടുന്നത്. സക്കറിയായുടെ പുസ്തകം 9-ാം അധ്യായം 9-ാം വാക്യത്തിൽ, റിജോയ്സ് റിജോയ്സ് പീപ്പിൾ ഓഫ് സിയോൺ, ഷൗട്ട് ഫോർ യു, യു പീപ്പിൾ ഓഫ് ജെറുസലേം, ലുക്ക് യുവർ കിങ് ഈസ് കമ്മിങ് ടു യു. അവിടെ ജനം ആർത്ത് വിളിക്കുകയാണ്, കർത്താവിനെ നോക്കി വിളിക്കുകയാണ്, ഹോശന്ന ഹോശന്ന, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ എന്ന് പറയുക. ഇതിനോട് ചെന്നൊരു വാക്യം കൂടെ വായിച്ചാലോ? യെശയ്യാവ് 62-ാം അധ്യായം 11-ാം വാക്യം, ഇതാ നിന്റെ രക്ഷ വരുന്നു, കൂലി അവൻ്റെ പക്കലും പ്രതിഫലം അവൻ്റെ കയ്യിലുമുണ്ട് എന്ന് സിയോൻ പുത്രിയോട് പറവീൻ. പ്രിയമുള്ളവരെ, ആ സമയത്ത് നമുക്കറിയാം, റോമൻ ഗവൺമെന്റ് ആണ് അവിടെ അധികാരം നടത്തുന്നത്. റോമൻ ഗവൺമെന്റിന്റെ നിഷ്ഠൂരമായ ക്രൂരമായ ആ പ്രവൃത്തിയിൽ മനം നൊന്ത് ജനം വളരെ കഷ്ടത്തിലായിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ആ ജനത്തിന് ഒരു രക്ഷകൻ കടന്നു വരുന്നു. അവർ ധരിച്ചത് യേശു രാജാവായിട്ടാണ് കടന്നു വരുന്നത് എന്നാണ്. വെളിപ്പാട് പുസ്തകം വായിക്കുമ്പോൾ നമുക്കറിയാം, യേശു വെള്ളക്കുതിരയുടെ പുറത്താണ് യാത്ര ചെയ്യുന്നത്. ഇവിടെ യേശു യാത്ര ചെയ്യുന്നത് ഒരു കഴുതയുടെ പുറത്താണ്. അക്കാലത്ത് രാജാക്കന്മാരൊക്കെ യാത്ര ചെയ്യുന്നത് കുതിരപ്പുറത്താണ്. അപ്പോൾ ആ കുതിര പോലും ഉപേക്ഷിച്ച് ഒരു കഴുതയാണ് കർത്താവ് യാത്രയ്ക്കായി അവിടെ ഉപയോഗിക്കുന്നത്. നോക്ക്, എത്ര വ്യത്യാസമുണ്ട്. ഇന്നത്തെ ലോക നേതാക്കന്മാരും നാം പ്രമാണിക്കുന്ന റെസ്പെക്ട് ചെയ്യുന്ന ആളുകളൊക്കെ അങ്ങനെ കഴുതയുടെ പുറത്തൊന്നും യാത്ര ചെയ്യത്തില്ല. അവർക്ക് മാക്സിമം ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ കാറായിരിക്കും അവർക്ക് ആവശ്യമുള്ളത്. പക്ഷേ യേശു ഇവിടെ എന്താണ് ചെയ്തത്? മറ്റാരും യാത്ര ചെയ്യാത്ത തരത്തിൽ യേശു ഒരു കഴുതപ്പുറത്ത് അവിടെ യാത്ര ചെയ്യുകയാണ്. ഇവിടെ ക്രിസ്തു രാജാവായി വരുന്നുവെന്നാണ് അവർ ആർത്ത് ഉല്ലസിച്ച് വിളിക്കുന്നത്. നമുക്കറിയാം, ഈ വിഷയത്തോട് ബന്ധപ്പെടുത്തി 4-5 കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുവാനാണ് പ്രിയമുള്ളവരെ ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമതായിട്ട് നമുക്കറിയാം, യേശു ജെറുസലേം നഗരത്തിലേക്ക് പോവുകയാണ്. അതിമനോഹരമായൊരു പട്ടണമാണ് ജെറുസലേം. ആ ജെറുസലേമിൻ്റെ ചുറ്റുപാടും 7 മലകളുണ്ട്. കപ്പിത്തോളിൻ
പളത്തീൻ, അവന്തീൻ, ചെച്ചിലിയാൻ, എസിക്കുലിൻ, ക്യൂറിനാൽ, വിമിനാൽ എന്ന് തുടങ്ങി 7ഓളം മനോഹരമായ പർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു അതിമനോഹരമായ പട്ടണമാണ്, നഗരമാണ് ജെറുസലേം. ആ ജെറുസലേം പട്ടണത്തിലേക്കാണ് യേശു കടന്നു പോകുന്നത്. ഇവിടെ നമുക്കറിയാം, യേശു പോകുമ്പോൾ കഴുതയുടെ മേൽ അവരുടെ വസ്ത്രങ്ങൾ ഇട്ടു. അതുപോലെ തന്നെ യേശു കഴുതപ്പുറത്ത് ഇവിടെ യാത്ര ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമുക്കറിയാം, പുരുഷാരം പോലും തങ്ങളുടെ വസ്ത്രങ്ങൾ വഴിയിൽ വിരിച്ചു. മറ്റു ചിലർ ചെയ്തതെന്നറിയാമോ? വൃക്ഷത്തിൻ്റെ കൊമ്പുകൾ ഒക്കെ വെട്ടി അവർ റോഡ് വളരെ സോഫ്റ്റ് ആക്കി കൊടുക്കുകയാണ്. കാരണം ആരാ വരുന്നത്? രാജാവാണ് വരുന്നത്. അവർ യേശുവിൻ്റെ ആ വരവിനെ, ആ യാത്രയെ ഒരു രാജകീയ യാത്രയായിട്ട് അവർ അതിനെ മാറ്റിയെടുക്കുകയാണ്. എന്നിട്ട് അവരിങ്ങനെ വിളിച്ച് പറയാണ് ഒരു മുദ്രാവാക്യം. എന്ത്? ദാവീദ് പുത്ര ഹോശന്ന, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ. ദാവീദ് പുത്ര ഹോശന്ന, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവനാണ് അവിടെ പറയുന്നത്. പ്രിയരെ, ഇവിടെ നമുക്കൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, യേശുവിനെ ഒരു രക്ഷകനായിട്ട് അവർ കണ്ടു. പക്ഷെ ആരാണ് യേശു? യേശു മാനവജാതിയുടെ രക്ഷകനാണ്. ദൈവത്തിൻ്റെ സ്വർഗീയ പദ്ധതിയെക്കുറിച്ച് മനുഷ്യർക്കറിയില്ല. ഈ യേശു ഈ ഭൂമിയിൽ കടന്നു വന്ന വിധം മനുഷ്യർക്കറിയില്ല. ഇവിടെ യേശു ലോക മാനവജാതിയുടെ രക്ഷകനാണ് എന്നുള്ളതാണ് ദൈവത്തിൻ്റെ പദ്ധതി, ദൈവത്തിൻ്റെ പ്ലാൻ. പക്ഷേ അവിടുത്തെ ആ മനുഷ്യർ ധരിച്ചു പോയതെന്ത്? അവരെ രക്ഷിക്കാൻ വേണ്ടി ഒരു രക്ഷകൻ കടന്നു വന്നു എന്നാണ് അവർ പറയുന്നത്. ഇവിടെ ഹോശന്ന എന്ന് പറഞ്ഞാൽ മുമ്പേ അത് വിട്ടുപോയതല്ല, രക്ഷിക്കുക, രക്ഷിക്കണേ. ഹോശന്നയുടെ വാക്കിൻ്റെ അർത്ഥം രക്ഷിക്കണേ എന്നാണ്. അപ്പോൾ ഞങ്ങളെ രക്ഷിക്കുവാൻ, ഞങ്ങളെ അടിമത്തത്തിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കുവാൻ ഇതാ ഒരു രാജാവ് കടന്നു വരുന്നു. ഇതാണ് അവരുടെ മുദ്രാവാക്യത്തിൻ്റെ അർത്ഥം. അവർ സന്തോഷിക്കുകയാണ്, അവർ നിലവിളിക്കുകയാണ്, അവർ വളരെയധികം ഒരു വളരെ അവർക്ക് അൺകൺട്രോളബിൾ ആയിട്ടുള്ള ഒരു സന്തോഷമാണ് പ്രിയമുള്ളവരെ അവിടെ പ്രകടമാകുന്നത്. കാരണം എന്താ? അവരുടെ ഇതുവരെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന റോമൻ ഗവൺമെൻറ്റിൻ്റെ ആ ഗവൺമെൻറ് അടിമത്തത്തിൽ നിന്ന് അവർക്കൊരു മോചനമാണ് അവർ ആഗ്രഹിച്ചത്. അവർ ധരിച്ചു യേശു രാജാവായിട്ട് കടന്നു വരികയാണ്. അക്കാലത്ത് രാജാക്കന്മാരൊക്കെ കടന്നു വരുന്നത് കുതിരപ്പുറത്താണ്. പക്ഷേ യേശുവോ നേരെ തിരിച്ചായിട്ടാണ്. യേശു ഒരു കഴുതയാണ് യേശു ആശ്രയിക്കുന്ന യാത്ര ചെയ്യാൻ വേണ്ടി. മറ്റൊരു പോയിന്റ് പ്രിയമുള്ളവരെ, അവർ ഹോശന്ന ഹോശന്ന എന്ന് വിളിക്കുക. രക്ഷിക്കണേ, രക്ഷിക്കണേ, ദാവീദ് പുത്ര, ഞങ്ങൾക്ക് സഹിക്ക വയ്യാതായി, ഈ ഗവൺമെന്റ് ഞങ്ങളെ ദ്രോഹിക്കുകയാണ്, രക്ഷിക്കണേ എന്നവർ അവർ നിലവിളിക്കുന്ന ഒരു കാഴ്ച നമുക്കവിടെ കാണാൻ കഴിയും. സങ്കീർത്തനം 118:26 നമ്മൾ പോകുമ്പോൾ അവിടെ കാണാൻ കഴിയുന്ന, യഹോവയുടെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ, ഞങ്ങൾ യഹോവയുടെ ആലയത്തിൽ നിന്ന് നിങ്ങളെ അനുഗ്രഹിക്കുന്നു. ഈ കടന്നു വരുന്നവൻ യഹോവയുടെ നാമത്തിൽ വരികയാണ് എന്ന് സങ്കീർത്തനക്കാരൻ ആ പ്രവചനമായിട്ട് അവിടെ പറയാണ്. ഹോശന്ന, ഞങ്ങളെ രക്ഷിക്കണമേ എന്നവർ വീണ്ടും വീണ്ടും അവർ നിലവിളിക്കുന്നു. അവിടെ ഇംഗ്ലീഷ് ബൈബിൾ നമ്മളിങ്ങനെ കാണുന്നു, പ്രിയമുള്ളവരെ, ഗോഡ് ബ്ലെസ് വൺ ഹൂ കംസ് ഇൻ ദ നെയിം ഓഫ് ദ ലോർഡ്. ദൈവനാമത്തിൽ, യഹോവയുടെ നാമത്തിൽ, കർത്താവിൻ്റെ നാമത്തിൽ കടന്നു വരുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവെന്നവർ ഉറച്ചവർ പറയുകയാണ്. യേശുവിനെ അവർ രാജാവായിട്ടാണ് അവർ കാണുന്നത്. നാം എങ്ങനെ യേശുവിനെ കാണുന്നത്? ഒരു രക്ഷയുമില്ല. പലർക്കും പല അഭിപ്രായമാണ്. ചിലരുടെ നമുക്ക് ധാരണയിൽ യേശു ഒരു പച്ച മനുഷ്യനാണ്. യേശു നമ്മളെ കൊണ്ടൊരു മനുഷ്യൻ. ചിലർ ധരിച്ചു വച്ചേക്കുന്നത് യേശു ഒരു പുത്രനായിട്ടാണ്. ചിലർ ധരിച്ചു വച്ചിരിക്കുന്ന യേശുവിനെ അവർ ഒരു മകനായിട്ടാണ് കണക്കാക്കുന്നത്. പ്രിയമുള്ളവരെ, വചനം നമ്മളെ പഠിപ്പിക്കുന്ന എന്താ? യേശു ബ്രഹ്മാണ്ഡ ഘടാകത്തിൻ്റെ, യൂണിവേഴ്സിൻ്റെ, ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അവൻ ദൈവമാണ്. അവൻ ദൈവമായവൻ അവൻ ഒരു വേഷത്തിൽ മനുഷ്യനായി ഈ ഭൂമിയിൽ മാനവജാതിയെ രക്ഷിക്കുന്നതിന് വേണ്ടി അവൻ കടന്നു വന്നവനാണ് നമ്മൾ മനസ്സിലാക്കണം. ഇത് റോമാലേഖനം 10-ാം അധ്യായം 9-ാം വാക്യം വായിക്കാം. റോമർ 10:9 അവിടെ എഴുതിയിരിക്കുന്നത്, യേശുവിനെ കർത്താവെന്ന് വായ് കൊണ്ട് ഏറ്റു പറയണം. യേശുവാര ലോഡാണ്. യേശുവിനെ ലോഡായിട്ട് പഴയ നിയമത്തിൽ യഹോവയ്ക്കും ഈ ലോഡ് എന്നുള്ള പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പുതിയ നിയമത്തിൽ യേശുവിന് ലോഡ് എന്നുള്ള പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്.
എബ്രായ ഭാഷയിൽ നിന്ന് ഗ്രീക്ക് ഭാഷയിലേക്ക് ട്രാൻസ്ലേഷൻ വന്നപ്പോൾ ഈ യഹോവയും യേശുവിനെയും ലോഡ് എന്നാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത് ഇംഗ്ലീഷ് ബൈബിളിൽ. ഇവിടെ ദൈവം അവനെ മരിച്ചവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് നാം ഹൃദയം കൊണ്ട് വിശ്വസിക്കണം. എന്താണ് നാം ചെയ്യേണ്ടത്? അവൻ മരിച്ചിട്ടില്ല, അവൻ മരിച്ചുവെങ്കിലും ദൈവം അവനെ ഉയർപ്പിച്ചു എന്ന് നമ്മൾ വിശ്വസിക്കണം. അങ്ങനെ ഹൃദയം കൊണ്ട് നാം വിശ്വസിക്കുകയും ചെയ്താൽ നാം രക്ഷപ്പെടും പ്രിയമുള്ളവരെ. അല്ലെങ്കിൽ എന്താ കുഴപ്പമെന്നറിയാമോ? നീറിയാൽ നേരത്തെ 70 ഏറെയായാൽ 80 എന്നായിരുന്നു. ഇപ്പോഴത്തെ ചൊല്ലെന്തെന്നറിയാമോ? 70 ഏറെയായാൽ 60 എന്നാ. അത്ര 20 വർഷത്തിന്റെ വ്യത്യാസമേ ഉള്ളൂ. 60 അല്ലെങ്കിൽ 65 മേൽ ജീവിക്കുന്ന ആളുകൾ ഇന്ന് കുറവാണ്. ഞാൻ ജനിച്ച റാന്നിയുടെ പ്രദേശത്ത് അവിടെ പല ഭവനങ്ങളിൽ ഇന്ന് ആൾപ്പാർപ്പില്ലാതെ കഴിയുക. കാരണം എന്താ? അവിടെ ഉണ്ടായിരുന്നവരൊക്കെ മൺമറഞ്ഞു പോയി. കൊറോണയ്ക്ക് ശേഷവും അതിന് മുമ്പും പിമ്പും. ഇന്ന് പ്രിയമുള്ളവരെ, അങ്ങനെ മനുഷ്യനിന്ന് ഗ്യാരണ്ടിയോ വാറണ്ടിയോ ഇല്ലാത്ത ഒരു സമയത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇന്ന് ജീവിച്ചിരിക്കുന്നെങ്കിൽ ഭാഗ്യം. അത് ദൈവത്തിൻ്റെ മഴ്സി, ദൈവത്തിൻ്റെ കൃപയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ നാം എന്താണ് ചെയ്യേണ്ടത്? രക്ഷിക്കപ്പെടണം എന്ന് പറഞ്ഞാൽ നമ്മൾ മരിച്ചാലും ജീവിക്കണം. ഈ ലോകത്ത് കുറച്ച് നാൾ ജീവിച്ചു, കുറച്ച് നാൾ എൻജോയ് ചെയ്തു, കുറച്ച് സല്ലപിച്ചു, ഒരു ദിവസം നമ്മൾ മൺമറഞ്ഞു പോയി. അതല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവം എന്താണ് ആഗ്രഹിക്കുന്നത്? നാം മരിച്ചാലും രക്ഷിക്കപ്പെടണം, മരിച്ചാലും ജീവിക്കണം. ബൈബിൾ അനുസരിച്ച് ഈ ലോകത്തിലെ ജീവിതം പ്രിയമുള്ളവരെ ഇത് നൊടി നേരത്തേക്കുള്ളതാ, നൈമിഷികമാ. ഇതെപ്പോഴും ഏത് സമയത്തും കടന്നു പോകും. അതുകൊണ്ട് നാം എന്താണ് ചെയ്യേണ്ടത്? ദൈവം തന്നിരിക്കുന്ന ഈ സമയം അതിൻ്റെ ഗൗരവത്തോടെ നമ്മൾ കാണണം. നമുക്ക് വേണ്ടി മാത്രമല്ല, ദൈവത്തിന് വേണ്ടി കൂടെ നമ്മൾ എന്തെങ്കിലും ചെയ്യണം. ദൈവം നമ്മളെ ഏൽപ്പിച്ച വലിയൊരു ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ദൈവം നമ്മളെ ഏൽപ്പിച്ച റെസ്പോൺസിബിലിറ്റി എന്താണ്? അതുകൊണ്ട് നാം എന്ത് ചെയ്യണം? നമ്മൾ കൊണ്ട് നമ്മൾ ഏറ്റു പറയണം, യേശു എൻ്റെ കർത്താവാണ്, യേശു എൻ്റെ ദൈവമാണ് എന്ന് നമ്മൾ ഉറച്ചു പറയണം. നമ്മൾ വിശ്വസിക്കണം, കൊണ്ട് ഏറ്റു പറയണം. മറ്റൊരു പോയിന്റ്, ലൂക്കോസിന് സുവിശേഷം 19-ാം അധ്യായം 41-42 വാക്യം വായിക്കുമ്പോൾ അവിടെ കാണാൻ കഴിയുന്ന, അവൻ നഗരത്തിൽ സമീപിച്ചപ്പോൾ അതിനെ കണ്ട് കരഞ്ഞു. യേശു യാത്ര ചെയ്യുക യെരുശലേമിലേക്ക് യേശു യാത്ര ചെയ്യുമ്പോൾ ആ നഗരത്തെ കണ്ട് യേശു കരഞ്ഞു. മുമ്പ് യേശു കരഞ്ഞിട്ടുണ്ട്. എവിടെ നിന്നറിയാമോ? ലാസറിന്റെ കല്ലറയ്ക്കില്ല. യേശു കരഞ്ഞു. പ്രിയമുള്ളവരെ, യേശു നിനക്ക് വേണ്ടി കരഞ്ഞാൽ, യേശു നിനക്ക് വേണ്ടി നെടുവീർപ്പിട്ടാൽ, യേശു നിനക്ക് വേണ്ടി വിലപിച്ചാൽ നിനക്ക് വിടുതലാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. നിന്നെ നോക്കി യേശു ദുഃഖിക്കുക. പലരെ നോക്കി യേശു ദുഃഖിക്കാൻ ഇടവരുത്തരുത്. നിന്റെ ഇന്നത്തെ ജീവിതം, നിന്റെ ഇന്നത്തെ ചിന്ത, നിന്റെ ഇന്നത്തെ നിലവുകൾ അത് യേശു കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുക. യേശുവിന്റെ മുമ്പിൽ ഒരു ക്യാമറയുടെ ആവശ്യമില്ല. യേശു നമ്മളെ നോക്കി കരയരുത്. യേശു നമ്മളെ നോക്കി ദുഃഖിക്കാൻ ഇടവരരുത്. ഈ പട്ടണത്തെ നോക്കി, ജെറുസലേമിനെ നോക്കി യേശു കരയുന്നു, യേശു നിലവിളിക്കുന്നു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. നിന്റെ അതുകൊണ്ട് എന്ത് പറഞ്ഞ ഇവിടെ വാക്ക് എഴുതിയിരിക്കുന്നത്? ഈ നാളിൽ നിന്റെ സമാധാനത്തിനുള്ളത് നീയും കൊണ്ടെങ്കിൽ കൊള്ളാമായിരുന്നു. നിന്റെ സമാധാനത്തിന് വേണ്ടി നിനക്ക് എന്താണ് നീ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞെങ്കിൽ കൊള്ളായിരുന്നു എന്ന് യേശു പറയും. യേശു നഗരത്തിൽ നോക്കി കരയാണ്. പ്രിയമുള്ളവരെ, നാം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇവിടെ ഈ യേശുവിൻ്റെ കൂടെ വലിയൊരു ജനക്കൂട്ടമുണ്ട്. അവർ ആർത്ത് ഉല്ലസിക്കുക. രക്ഷകൻ കടന്നു വരുന്നു, രാജാവ് കടന്നു വരുന്നു. യേശു ഞങ്ങളെ മോചിപ്പിക്കുന്നവനാണ്. പക്ഷെ യേശുവിനൊരു അറിയാം, ഇന്ന് ഈ ഹല്ലേലൂയയും ഓശന്നായും പറയുന്നവർ നാളെ തള്ളും, നാളെ നമ്മളെ ഒതുക്കും, നാളെ നമ്മളെ ഒറ്റപ്പെടുത്തും, നാളെ നമ്മളെ ഇല്ലാതാക്കും. ഇത് യേശുവിന് വ്യക്തമായിട്ടറിയാം. യേശു എന്തെടുത്തു? യേശുവിനറിയാം, യേശുവിൻ്റെ ഇവർ നാളെ ഒറ്റിക്കൊടുക്കുന്നവരാ. യേശു നടക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ കുറിച്ച് യേശുവിനറിയാം. അതുപോലെ തന്നെ അവർ ഇന്ന് നാളെ പരിഹസിക്കുന്നവരാ, നാളെ അവർ ക്രൂശിക്കുന്നവരാ, നാളെ അവർ അപമാനിക്കാനും മുന്നിൽ നിൽക്കും. നല്ലതിനും തീയതിനും എല്ലാവരും മുന്നിൽ നിൽക്കുന്നവരാ. അവർ കാരണം എന്താ? യേശുവിനെ കുറിച്ച് അവർ പൂർണ്ണമായിട്ട് യേശുവിനെ മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ട് ഇപ്പോഴത്തെ താൽക്കാലികമായ കാര്യങ്ങളാണ് അവർ യേശുവിനിൽ അവർ സന്തോഷം കണ്ടെത്തുന്നത്. പ്രിയമുള്ളവരെ, റോമൻ ഗവൺമെന്റിന്റെ കഷ്ടത അനുഭവിക്കുന്നവർക്ക് അവർക്ക് ഒരു രക്ഷകനെ കിട്ടിയാൽ മതി, ഒരു രാജാവ്. ആ രാജാവ് ഇപ്പോൾ കഴുതപ്പുറത്ത് യെരുശലേമിലേക്ക് കടന്നു പോവുകയാണ്. എന്നാൽ അവരൊരു കാര്യം മനസ്സിലാക്കിയില്ല, അവർ യേശുവിനെ തിരിച്ചറിഞ്ഞില്ല. ഈ യേശു ആരാണെന്ന് അവർക്ക് മനസ്സിലായില്ല. നമുക്കറിയാം, യേശു എന്തെടുത്തു? ആ നഗരത്തെയും ഈ കൂടെ വരുന്ന ജനക്കൂട്ടത്തെയും ആ ജനത്തിൽ വസിക്കുന്നവരെ ഓർത്ത് യേശു നെടുവീർപ്പിട്ടു, കരഞ്ഞു, നിലവിളിച്ചു.
നിന്നെക്കുറിച്ച് യേശു കരയുവാൻ ഇടവരരുത്. പ്രിയമുള്ളവരെ, നിന്റെ ഇന്നത്തെ പോക്ക്, നിന്റെ ഇന്നത്തെ ചിന്ത, നീ യേശുവിനെ തള്ളിയുള്ളതിന്റെ ജീവിതം, அதை നോക്കി യേശു കരയരുത്, യേശു ദുഃഖിക്കരുത്. ഈ നഗരത്തെ നോക്കി യേശു ദുഃഖിച്ചു, നിലവിളിച്ചു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. മറ്റൊരു പോയിന്റ് പ്രിയമുള്ളവരെ, യേശു ഒരു കഴുതക്കുട്ടിയുടെ പുറത്താണ് യാത്ര ചെയ്യുന്നത്. ഇവിടെയാണ് ഞാൻ നിങ്ങളോട് ചില കാര്യങ്ങൾ വിശദീകരിക്കാൻ പോകുന്നത്. യേശു ഒരു കഴുതക്കുട്ടിയുടെ പുറത്ത് യാത്ര ചെയ്യുക. അവിടെ അതിന് യേശു എന്തെടുത്തു? 2 ശിഷ്യന്മാരെ അങ്ങോട്ട് അയച്ചു. എന്നിട്ട് യേശു മറുപടിയും കൊടുത്തയച്ചു. ആരെങ്കിലും നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങളിങ്ങനെ പറയണം, ഇതിനെ കൊണ്ട് കർത്താവിന് ആവശ്യമുണ്ട്, കർത്താവിന് ഇവയെ കൊണ്ട് ആവശ്യമുണ്ടെന്ന് പറയാൻ പറഞ്ഞു. ബാക്കി ഒന്നും പറയണ്ട. നമുക്കറിയാം, ദൈവം മോശയെ ഫറവോന്റെ സന്നിധിയിലേക്ക് അയച്ചു. അപ്പൊ മോശയ്ക്കൊരു സംശയം. മോശ പറഞ്ഞു, ദൈവമേ, കാര്യങ്ങളൊക്കെ ശരിയാ, ഞാൻ പോയിച്ചൊക്കെ വരാം. പക്ഷെ അവരെന്താ എന്നോട് ചോദിച്ചാൽ ഞാൻ എന്ത് ഉത്തരം പറയും? നിന്നെ ആരാണ് അയച്ചതെന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് ഉത്തരം പറയും? ദൈവം പറഞ്ഞ മറുപടി എന്താ? ഞാനാകുന്നവൻ ഞാനാകുന്നു, ഞാനെന്ന് പറയുന്നവൻ നിന്നെ അയച്ചോ എന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, ഇവിടെയും നൗണോ പ്രൗണോ ഒന്നും പറയാതെ യേശു എന്തോടുത്ത് പറയുകയാണ്, ആരെങ്കിലും ചോദിച്ചാൽ പറഞ്ഞേര്, കർത്താവിന് ഇവയെ കൊണ്ട് ആവശ്യമുണ്ട്. നമുക്കറിയാം, കർത്താവ് വിളിച്ചാൽ ആർക്കും, ഒരു ശക്തിക്കും, ലോകത്തിലെ ഒരു മനുഷ്യർക്കും അതിനെ തടയുവാൻ കഴിയയില്ല. കർത്താവ് വിളിച്ചാൽ. അതുപോലെ തന്നെ പലരും എന്തുകൊണ്ടെന്ന് അറിയാം, ഇന്ന് വിളിയൊക്കെ കേൾക്കുന്നുണ്ട്, പക്ഷേ ഒരു നോ മൈൻഡ്. ചിലർ രാവിലെ 9 മണിക്ക് മാനസാന്തരപ്പെടും, വൈകിട്ട് 3 മണിയോടുകൂടി അവർ വീണ്ടും പഴയ അവസ്ഥയിലേക്ക് വീണ്ടും മടങ്ങിപ്പോവും. അവരുടെ മനസാന്തരത്തിന് ഒരു സ്റ്റെബിലിറ്റി ഇല്ല. ക്ലോക്കിന്റെ സൂചി കറങ്ങുന്ന പോലെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. അതല്ല നിന്നെക്കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നത്. നീ എന്തെടുക്കണം? നീ കർത്താവിനെ പൂർണ്ണമായി അറിഞ്ഞെങ്കിൽ, പൂർണ്ണമായി കർത്താവിനെ നീ അറിഞ്ഞെങ്കിൽ അവനെ പിൻപറ്റണം. ഇതെന്നെ കൊണ്ട് പറ്റുന്ന പണിയല്ല, വേറൊരാൾ ചെയ്തോട്ടെ എന്ന് ധരിക്കരുത്. ദൈവം നിന്നെ നോക്കും. നീ എന്താണ് എനിക്ക് വേണ്ടി ചെയ്യുന്നത്? നീ വിശ്വസിച്ചിട്ട് നീ മറ്റുള്ളവരോട് പറയാതെ നീ മിണ്ടടങ്ങിയിരിക്കുക. ഇവിടെ നോക്കുക, ഈ ലോകത്തിലെ രാജാക്കന്മാർ യാത്ര ചെയ്യുന്ന എവിടെയാ? ഏറ്റവും സൂപ്പർ കാറുകളിലൊക്കെയാ. ഇന്നിറങ്ങിയ കാറിൽ, ഇന്നത്തെ മോഡലിൽ, കുതിരകളിൽ, രഥങ്ങളിൽ. എന്നാൽ നമ്മുടെ കർത്താവ് യാത്ര ചെയ്യുന്നതോ അവനൊരു കഴുതയുടെ പുറത്താ. കർത്താവ് ആരാ പ്രിയമുള്ളവര്? സൃഷ്ടിതാവ്. നിന്നെയും എന്നെയും ലോകത്തിൽ സൃഷ്ടിച്ചവൻ അവനൊരു കഴുതപ്പുറത്ത്, നിസ്സാരമായ ഒരു കഴുതപ്പുറത്ത് അവൻ യാത്ര ചെയ്യുക. നമ്മളൊക്കെ അതിനകത്താ യാത്ര ചെയ്യുന്നത്. ഞാനാരാ? എന്നെ പോലെ വലിയൊരു പുള്ളി ലോകത്തിലുണ്ടോ? ഇതാണ് നാം ചിന്തിക്കുന്നത്. ഇവിടെ നോക്കിയ യേശു പ്രപഞ്ച സൃഷ്ടാവായി. എന്നിട്ടും അവൻ യാത്ര ചെയ്യുന്നത് അവനൊരു കഴുതപ്പുറത്താണെന്ന് മനസ്സിലാക്കണം. 1 കൊരിന്ത്യർ 1:27 നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു, ജാതികളെ രക്ഷിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായത് തിരഞ്ഞെടുത്തു, ബലമുള്ളതിനെ രക്ഷിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനതമായി തിരഞ്ഞെടുത്തു. ദൈവം എന്താ ഇങ്ങനെ ചെയ്തത്? ഈ ദൈവത്തിന്റെ ഒരു പ്രത്യേക ഒരു പദ്ധതിയാണ്. ജാതികളെ രക്ഷിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായത്, ഏറ്റവും താണാവസ്ഥയിൽ, ഏറ്റവും തകർന്ന അവസ്ഥയിൽ. അതാ ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത്. അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ ദൈവത്തോടുള്ള സദൃശം മുറുകെപ്പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ തന്നെത്താൻ താഴ്ത്തി, ഏറ്റവും ഒരു ദാസനായി, വേഷത്തിൽ മനുഷ്യനായി അവൻ ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്നു. വേഷത്തിൽ മനുഷ്യനായി. മനുഷ്യനല്ല. നമുക്കറിയാം, നമ്മൾ ഈ സ്കൂളിലൊക്കെ ഈ ഫാൻസി ഡ്രസ് എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്. അതിനകത്ത് നമ്മൾ നോക്കുമ്പോൾ പട്ടേലും അതുപോലെ തന്നെ ഗാന്ധിജിയും നെഹ്റുവും ഒക്കെ കടന്നു വരും. പക്ഷെ അവരാരും നെഹ്റുവും ഗാന്ധിജിയും ഒന്നുമല്ല. ആ വേഷത്തിൽ അവർ വന്നിരിക്കും. കാണുമെന്ന് തോന്നുന്നു അങ്ങനെ. എന്ന് പറഞ്ഞ പോലെ യേശു 33.5 വയസ്സ് വരെ ഈ ഭൂമിയിലായിരുന്നത് വേഷത്തിൽ ഒരു മനുഷ്യനായിട്ടാണ് പ്രിയമുള്ളവരെ. എന്നാൽ അതിന് പലരും വ്യാഖ്യാനിക്കുന്നത് യേശു നമ്മെപ്പോലൊരു സാധാരണ മനുഷ്യനാണെന്നാ. പക്ഷെ ബൈബിളെ അങ്ങോളം ഇങ്ങോളം പരിശോധിച്ചാൽ നമുക്ക് അങ്ങനെ കാണാൻ കഴിയില്ല. യേശു ദൈവമാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. യേശു ദൈവമാണ്, യേശു ലോർഡാണ്, യേശു പ്രഭുവാണ്, യേശു കർത്താവാണ് എന്ന് നാം മനസ്സിലാക്കാത്തടത്തോളം കാലം നമുക്ക് യേശുവിനെ കാണുവാനോ മനസ്സിലാക്കുവാനോ കഴിയില്ല. ഇവിടെ നോക്കുക, മറ്റൊരു വിഷയം, യേശു ഒരു കഴുതപ്പുറത്ത്. നമുക്ക് കഴുതയെക്കുറിച്ച് അല്പം കൂടെ ഒന്ന് ശ്രദ്ധിക്കാം.
നമുക്ക് ആ കഴുതടുത്ത് പോകാം. കഴുത ഇങ്ങനെ തലയൊക്കെ താത്തിട്ട് അവിടെ ഇരിക്കുക, അവിടെ നിൽക്കുക. ഈ കഴുത ആരാണെന്ന് നമ്മൾക്കൊന്ന് ചിന്തിക്കാം. ഈ കഴുതയുടെ സവിശേഷത എന്താ? ഈ കഴുതയുടെ സ്പെഷ്യാലിറ്റി എന്താ? ഈ കഴുതയ്ക്കുള്ള പ്രത്യേകത എന്താ? ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇവിടെ ഒന്നാമതായിട്ട് യേശു പറഞ്ഞു, നിങ്ങൾ പോയിട്ട് എതിരെയുള്ള ഒരു ഗ്രാമം. 19 അധ്യായം 30 വാക്യം. എതിരെയുള്ള ഒരു ഗ്രാമം. പ്രിയമുള്ളവരെ, എതിരെ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡാ. വിരോധികൾ, എതിർപ്പുള്ളവർ, നമ്മളെ ഇഷ്ടമില്ലാത്തവർ, നമ്മുടെ നാശം കാണാൻ ആഗ്രഹിക്കുന്നവർ, എതിരെയുള്ളവർ അനേകരാ. പ്രിയമുള്ളവർ, എതിർപ്പ് വളരെ. നിങ്ങൾക്കറിയാം വടക്കേന്ത്യയെ കുറിച്ച്. കേരളത്തിലും തമിഴ്നാട്ടിലൊക്കെ ആളുകൾ, വിശ്വാസികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബസ്സിൽ ഇരുന്ന് തെള്ളുന്ന പോലെ തെള്ളല ഇഷ്ടം പോലെ ഉണ്ട്. 10 പേരിൽ 9 എണ്ണം വിശ്വാസികളാണ്, ഒരാളേ ഉള്ളൂ പാസ്റ്റർ. പ്രിയമുള്ളവർ, വടക്കേന്ത്യയിൽ വിശ്വാസിയെ കാണണമെങ്കിൽ 100 കിലോമീറ്റർ അപ്പുറത്ത് നമ്മൾ യാത്ര ചെയ്തെങ്കിൽ ഒരു വിശ്വാസിയെ കാണാൻ പറ്റുള്ളൂ. ചിലപ്പോൾ അങ്ങനെയും കാണാൻ പറ്റത്തില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് എന്ത് ചെയ്യണം? നമുക്കെതിരായി പ്രവർത്തിക്കുന്ന അനേകരുണ്ട്, നമ്മൾ വിശ്വസിക്കണം. എന്നാൽ അവരാരും, ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, കർത്താവിൻ്റെ ശത്രുക്കളല്ല. അവരാരും കർത്താവിൻ്റെ എതിരാളികളല്ല. നാം ഒരു പ്രിജുഡൈസോടുകൂടി, ഒരു മുൻവിധിയോടുകൂടി നമ്മൾ പറയൂ അവരൊക്കെ കർത്താവിനെ തള്ളുന്നവർ. അങ്ങനെ നാം ചിന്തിക്കരുത്. കർത്താവിന് ശത്രുക്കൾ ആരുമില്ല. ഏത് ജാതിയിലും, ഏത് വംശത്തിലും, ഏത് ഗോത്രത്തിലും, ഏത് നിറത്തിലും ആരായാലും കർത്താവിനെ അറിഞ്ഞു കർത്താവിൻ്റെ അടുത്ത് വന്നാൽ അവൻ കർത്താവിൻ്റെ മകനാ, മകളാ. ഇതാണ് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത്. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, കർത്താവ് അവരെ സ്നേഹിക്കുന്നു എന്ന് മനസ്സിലാക്കണം. ഇറ്റ് വാസ് ഇൻ ദ സ്ട്രീറ്റ് when 2 ways met. ആ കഴുതയെ കെട്ടിയിരുന്നത് 2 വഴികൾ, റോഡുകൾ ചേരുന്ന സ്ഥലത്താണ് അവനെ എതിരെ കെട്ടിയിരിക്കുന്നത്. പ്രിയമുള്ളവരെ, 19 അധ്യായം 30 വാക്യം വീണ്ടും വായിക്കുമ്പോൾ ആ കഴുതയ്ക്കൊരു പ്രത്യേകത, കെട്ടിയ അവസ്ഥയാ. The donkey was tied outside in the door of a house. അതിനെ കെട്ടിയിരിക്കുക. ആരാ നിന്നെ കെട്ടുന്നത് നിനക്കറിയാമോ? നിന്നെ എന്തിനാ കെട്ടിയിരിക്കുന്നേ? കെട്ടലെന്ന് പറഞ്ഞാൽ ഉടമസ്ഥത. ആരോ ഒരുത്തർ ഇതിന്റെ ഉടമയാ, ഓണറാ. ഇന്ന് പലരുടെ ഉടമസ്ഥൻ കർത്താവല്ല, പിശാച. അത് നമ്മൾ മനസ്സിലാക്കണം. ചില പിശാചക്കന്മാര് കെട്ടിയിരിക്കുക, ചിലരെ വരിഞ്ഞിരിക്കുക. ഇവിടെ ശത്രുവാകുന്ന ഫെലിസ്ത്യർ ഒരിക്കൽ സിംസോനെ ഒന്ന് കെട്ടിയ സംഭവം നമുക്ക് ബൈബിളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഏതൊക്കെ കെട്ടലാണ് പ്രിയമുള്ളവരെ? ചിലർ രോഗത്താൽ കെട്ടപ്പെട്ടിരിക്കുക, ചിലർ പാപത്താൽ കെട്ടപ്പെട്ടിരിക്കുക, ചിലർ സഭകളിൽ ഇങ്ങനെ കെട്ടിയിരിക്കുക. സഭ വിട്ടൊരു പരിപാടിയില്ല. കർത്താവ് കൊണ്ട് പോലും ഇല്ല പോലും, സഭയാണ് പ്രശ്നം. പള്ളി ഭക്തന്മാർ ചിലരുണ്ട് പ്രിയമുള്ള. ഗ്രൂപ്പിൽ കെട്ടിയിരിക്കുന്നവരുണ്ട്. ഗ്രൂപ്പുകൾ തമ്മിൽ ഭയങ്കര അടിയാ. ചില ഗ്രൂപ്പിൽ നമ്മളിങ്ങനെ നോക്കുമ്പോൾ ആ ഗ്രൂപ്പിൽപ്പെട്ടവർ ഇവിടെ കയറും, ആ ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റായി ഇവിടെ വന്ന് ചാടും. അങ്ങനെയുള്ളവരുണ്ട്. പ്രിയമുള്ളവർ, ചിലർ ഉപദേശങ്ങളിൽ കെട്ടിയിരിക്കുക. ജീവിതമൊന്നുമില്ല, ഉപദേശത്തിൽ ഇങ്ങനെ മുറുകെ പിടിച്ചിരിക്കുക. കപ്പൽ മുങ്ങിയാലും കൊള്ളാം, അവർ പിടി അവർ വിടത്തില്ല. ചിലരുണ്ട് പ്രിയമുള്ളവർ, കഠിന സ്വഭാവക്കാർ. അവരുടെ കാര്യം ഒന്നും പറയണ്ട. 6 മണിക്കൊരു സ്വഭാവം, 10 മണിക്ക് വേറൊരു സ്വഭാവം, 2:30 വേറൊരു സ്വഭാവം, രാത്രി 7 മണിക്ക് വേറൊരു സ്വഭാവം. അവരുടെ സ്വഭാവം ഒന്നിനേക്കാളും കഷ്ടത്തിൽ ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കും. ചിലരോ അവർക്ക് ക്ഷമയെന്ന് പറയാൻ സാധനമില്ല. ചിലരോ മാനസാന്തര പൂർണ്ണമായിട്ട് പെടാത്തതാ. ഞാൻ താമസിക്കുന്ന ഈ നഗരത്തിൽ, ഇതൊരു ഗ്രാമമാണ്, നഗരമൊന്നുമല്ല. ഈ ഗ്രാമത്തിൽ ഒരു പാസ്റ്ററുണ്ട്. അദ്ദേഹത്തിന് ഒരാളോട് പെശകി വഴക്കുണ്ടായി. അദ്ദേഹം പറഞ്ഞ ഭാഷയാണെന്നറിയാമോ? ഇന്നും എൻ്റെ ശരീരത്തിൽ മാനസാന്തരപ്പെടാത്ത ചില ഭാഗങ്ങളുണ്ടെന്ന്. എൻ്റെ കൈയൊന്നും മാനസാന്തരപ്പെട്ടാലെന്നാണ് അദ്ദേഹം കുറച്ച് പറഞ്ഞു വന്നത്. അങ്ങനെയുള്ളവരുണ്ട്, മാനസാന്തരപ്പെടാത്തവർ. അങ്ങനെ പ്രിയമുള്ളവരെ, ഈ കെട്ടുകൾ ഇന്ന് കർത്താവ് പൊട്ടിക്കുക. ഇതുവരെയും നീ ഇങ്ങനെ പിശാചിന്റെ വലയിലായി കെട്ടപ്പെട്ടിരിക്കുക. നിനക്കൊരു ആശ്വാസമില്ല, നിനക്കൊരു സമാധാനമില്ല, നിനക്കൊരു സന്തോഷമില്ല. ഉറങ്ങിയാൽ 2:30 3:30 ഉറക്കമില്ല, പിന്നെ ഉറങ്ങുന്ന രാവിലെ 6 മണിക്കാ. അതുപോലെ തന്നെ സ്വസ്ഥതയില്ല, സമാധാനമില്ല.
അങ്ങനെയുള്ളൊരു വ്യക്തി, പ്രിയമുള്ളവരെ, ഈ കഴുതയെ നോക്കി ഇതിനെ കെട്ടിയിരിക്കുക. നമ്മുടെ അവസ്ഥയോ ഒട്ടും വ്യത്യാസമൊന്നുമില്ല, സമാധാനമില്ല, എല്ലാം ഉണ്ട്, ഒന്നിനും കുറവില്ല. വസ്ത്രത്തിന് വസ്ത്രവും, വീടിന് വീടവും, ആഹാരത്തിന് ആഹാരവും. പക്ഷെ ഒരു കാര്യം മാത്രമല്ല, എന്തെന്നറിയാമോ? സമാധാനമില്ല. പിശാച് കെട്ടിയിരിക്കുക. ഇന്ന് കർത്താവ് നിന്നെ അഴിക്കുന്ന ദിവസമാണ്. ലോകത്തിലേക്ക് നമ്മൾ കണ്ണുടയ്ക്കുമ്പോൾ അവരൊക്കെ ഭയങ്കര സെലിബ്രേഷൻ, ആഘോഷം നടത്തിക്കൊണ്ടിരിക്കുക ഇന്നത്തെ ദിവസം. പക്ഷെ പ്രിയമുള്ളവരെ, ബൈബിൾ പഠിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന് ആഘോഷമല്ല, മറിച്ച് അവന് ഇന്ന് വിടുതലിന്റെ ദിവസമാകണം. അവൻ ഇതുവരെ സ്വാതന്ത്ര്യമില്ലായിരുന്നു, ഇതുവരെ അവന് സന്തോഷമില്ലായിരുന്നു, സമാധാനമില്ലായിരുന്നു. കർത്താവ് അവന് ഇന്ന് സമാധാനം കൊടുക്കുക. പ്രിയമുള്ളവരെ, അതുകൊണ്ട് എന്താണ് ചെയ്യണം? നമുക്കൊരു പൂർണ്ണ വിടുതൽ നമുക്ക് ആവശ്യമാണ്. ഒരു പൂർണ്ണ ചങ്കായി, പൂർണ്ണ വിടുതൽ നമ്മൾ കർത്താവിന് നൽകുക. യോഹന്നാൻ 10:11 വരുമ്പോൾ, ഞാൻ നല്ലയിടയനാകുന്നു, നല്ലയിടയൻ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവ് നമ്മെ വീണ്ടെടുക്കാൻ, നമ്മെ രക്ഷിക്കുവാൻ അവൻ തന്റെ ജീവൻ പോലും നമുക്ക് നൽകി. നാം ചെയ്ത പാപങ്ങളെല്ലാം അവൻ ഷോൾഡറിൽ, കന്തയിൽ അവൻ, പ്രിയമുള്ളവരെ, അവൻ ഏറ്റെടുത്തു. നമ്മെ രക്ഷിക്കാൻ വേണ്ടി, മാനവജാതിക്ക് വേണ്ടി സ്വജീവനെ അവൻ നൽകി, നമ്മളെ വിലയ്ക്ക് വാങ്ങി എന്നാണ് നമ്മളെ ബൈബിൾ പഠിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, വേറൊരു ഭാഗത്തേക്ക് നമ്മൾ പോകുമ്പോൾ, മൃഗങ്ങളുടെ കടിഞ്ഞൂലുകളെ വേർതിരിക്കുന്നവൻ ഞാൻ പറഞ്ഞ ദൈവം കഴുതയെ വേണ്ട എന്ന് പറഞ്ഞു. കഴുതയെ അശുദ്ധമാണ്, കഴുതയെ ആർക്കും വേണ്ട, കഴുതയെ മാറ്റി നിർത്തിയിരിക്കുകയായിരുന്നു. മൃഗങ്ങളുടെ നല്ല മൃഗങ്ങളുടെ കൂട്ടത്തിൽ കഴുതയുടെ ലിസ്റ്റ് ഇല്ല. കഴുതയ്ക്ക് പകരം കുഞ്ഞാടിനെയാണ് സ്വീകരിച്ചുകൊണ്ടിരുന്നത്. കുഞ്ഞാടില്ലെങ്കിൽ കഴുതക്കുട്ടിയുടെ കഴുത്ത് ഒടിച്ചു കളയണമെന്ന പഴയ നിയമം പഠിപ്പിക്കുന്നത്. അപ്പോഴും കഴുതയ്ക്ക് അവിടെ സ്ഥാനമില്ല, കഴുതക്കുട്ടിക്കും സ്ഥാനമില്ല. ആ സ്ഥാനമില്ലാത്തിടത്ത്, ലോകത്തിന്റെ അംഗീകാരമില്ലാത്തിടത്ത്, ആരും നമ്മളെ നോക്കുക പോലും ചെയ്യില്ലാത്ത ആ സമയത്ത് നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി നമ്മളിൽ യാത്ര ചെയ്യാൻ അവൻ നമ്മുടെ അടുത്ത് വരികയാണ്. കർത്താവിന് നമ്മളെ ആവശ്യമുണ്ട്. അവൻ നമ്മുടെ ഇന്നത്തെ അവസ്ഥ മാറ്റും. പ്രിയമുള്ളവരെ, അവൻ നമ്മളിൽ യാത്ര ചെയ്യാൻ അവൻ ആഗ്രഹിക്കുക. നീ അതിന് തയ്യാറാണോ? കർത്താവ് നിന്നെ ക്ഷണിക്കുക, കർത്താവ് നിന്നെ മാടി വിളിക്കുക. അങ്ങനെ പ്രിയമുള്ളവരെ, നമ്മൾ ആ വിഷയമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് പകരമായി പ്രിയമുള്ളവരെ, കർത്താവ് കാൽവരി ക്രൂശിൽ യാഗമാകുക. നമുക്കറിയാം, അബ്രഹാം യാഗം കഴിക്കുമ്പോൾ മകനെ കൊല്ലുമെന്ന് ദൈവത്തിന് മനസ്സിലായി. അബ്രഹാം യാഗത്തിന്റെ എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കി, കത്തി ഉയർത്തുക. അപ്പൊ ദൈവത്തിന് മനസ്സിലായി, ഇനിയും മിണ്ടിയില്ലെങ്കിൽ, ഇനിയും പ്രതികരിച്ചില്ലെങ്കിൽ, ഇനിയും റെസ്പോൺസ് ചെയ്തില്ലെങ്കിൽ അബ്രഹാം മകനെ കൊല്ലും. അപ്പോൾ പറഞ്ഞു, അബ്രഹാമേ, നീ മകന്റെ മേൽ കത്തി വെക്കരുത്. അബ്രഹാം തിരിഞ്ഞു നോക്കിയപ്പോൾ അതേ കുറുങ്കാട്ടിൽ, പ്രിയമുള്ളവരെ, ഒരു കുഞ്ഞാടിനെ കാണുകയാണ്. ഇസഹാക്കിന് പകരമായിട്ട് കുഞ്ഞാടിനെ യാഗം കഴിക്കുന്നു. അബ്രഹാമിന്റെ മകൻ, പ്രിയമുള്ളവരെ, നമ്മൾ മറ്റൊരു ആ വിഷയം ഇവിടെ നമുക്കറിയാം. അബ്രഹാമിന്റെ മകൻ ഇസഹാക്ക് വിറക് ചുമ്മിയതുപോലെ കാൽവരി ക്രൂശിലേക്ക്, ഗോൽഗോഥായിലേക്ക് കർത്താവ് ഒരു തടിമര കുരിശുമായി യാത്ര ചെയ്തു. നമ്മൾ മനസ്സിലാക്കണം. ഇസഹാക്കിനെ യേശുവിന് ദൃഷ്ടാന്തമായിട്ട് നമ്മൾ പഴയ നിയമത്തിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ കർത്താവ്, പ്രിയമുള്ളവരെ, പറയാണ്, കാൽവരി ക്രൂശിൽ കഴിയുമെങ്കിൽ ഈ പാനപാത്രമെങ്കിൽ നിന്ന് നീക്കണമേ. പ്രിയമുള്ളവരെ, നമ്മുടെ അവസ്ഥ എന്താണ്? നമ്മൾ ചിന്തിക്കുന്നത്? കർത്താവ് നമുക്ക് വേണ്ടി ഒന്നും ചെയ്തില്ലേ? നമ്മുടെ ജീവിതം എന്തായിരുന്നു? ഒരു കഴുതയുടെ അവസ്ഥയല്ലായിരുന്നു. കർത്താവ് നമ്മളെ യൂട്ടിലൈസ് ചെയ്യുവാൻ വേണ്ടി, നമ്മളെ ഉപയോഗിക്കുവാൻ വേണ്ടി, നമ്മളെ കർത്താവ് യാത്ര ചെയ്യുവാൻ മുന്നോട്ട് കടന്നു വരികയാണ്. അറക്കുവാൻ പോകുന്ന കുഞ്ഞാടിനെ പോലെ കുഞ്ഞാടിന്റെ കൊമ്പ് ഒരു മരവള്ളിയിൽ കുരുങ്ങിക്കിടക്കുന്നു. പ്രിയമുള്ളവരെ, കാൽവരി ക്രൂശിൽ 3 ആണിയിൽ കർത്താവിനെ അവർ തൂക്കി. അതുപോലെ തന്നെ ഏദൻ തോട്ടത്തിലേക്ക് നമുക്ക് പോകാം. അവിടെ ഒരു ഉത്തരവാദിത്വം ദൈവം ആദാമിനും ഹവ്വായും കൊടുക്കുന്നുണ്ട്. എന്ത്? തോട്ടം കാക്കണം, തോട്ടത്തിൽ വേല ചെയ്യണം. നമ്മളിൽ ഓരോരുത്തർക്കും, പ്രിയമുള്ളവരെ, കർത്താവ് ചെറുതായ നമ്മളെ കൊണ്ടൊക്കുന്ന തരത്തിലുള്ള ഉത്തരവാദിത്തങ്ങൾ നമ്മളെ ദൈവം ഏൽപ്പിക്കും.
അങ്ങനെ നമുക്കറിയാം ഒരു അന്ത്രയോസിനെ കുറിച്ച് പഠിക്കുമ്പോൾ